നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അച്ഛനെ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ജനാർദ്ദന്റെ കൈമളിനെ അയാളെ നിങ്ങൾ ഇനി പ്രതീക്ഷിക്കണ്ട, മരിച്ചെന്ന് കരുതിയാ മതി. എന്തായി, ഇവരുടെ പ്രശ്നം പരിഹരിച്ചോ? ഇല്ല മാഡം, സംസാരിച്ചോണ്ടിരിക്കുന്നു. ഫോൺ ഈ ടേബിളിൽ വെക്ക്. വയ്ക്കടോ. ജോലി ചെയ്ത കാശിന് വേണ്ടിയാ അവിടെ തൊഴിലാളികൾ നിരാഹാര സമരം കിടക്കുന്നത്. അത് കൊടുക്കാൻ കൂട്ടാക്കാതെ നാണം കെട്ട കുറെ മുതലാളിമാര്. ശമ്പള കുടിശ്ശികയെ അവര് ചോദിച്ചത്, അല്ലാതെ തന്റെ ചെമ്പകമംഗലത്ത് നിന്ന് പിച്ച കാശ് ചോദിച്ചതല്ല. തൊഴിലാളികളുടെ അവകാശങ്ങൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ യൂണിയൻ നേതാവാ ഈ മനുഷ്യൻ. അല്ലാതെ തന്റെ അടിമയൊന്നും അല്ല. ഇങ്ങരുടെ ചെവിക്കുറ്റിക്കടിക്കാൻ താൻ ആരാടോ? ഫോൺ എടുക്കലൊക്കെ പിന്നെ. ആദ്യം ഇതിന് സമാധാനം പറഞ്ഞിട്ട് മതി ബാക്കി. ഫോൺ സൈലന്റ് മോഡിലാക്കടോ. ഇതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് വിട്ടാ മതി ഇയാളെ. ഇയാളെ വിടുന്നതിന് മുമ്പ് പരിഹാരം എന്താണെന്ന് എന്നെ വിളിച്ചു പറയണം. യെസ് മാഡം. ചെമ്പകമംഗലം ടെക്സ്റ്റൈൽസിന്റെ ഫണ്ട് മറിച്ച് അമ്മ മ്യൂറൽ പെയിന്റിങ്സിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയത്. അത് ടെക്സ്റ്റൈൽസിലെ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട കാശ്. അത് കിട്ടാതെ വന്നപ്പോ തൊഴിലാളികൾ സമരം തുടങ്ങി. എല്ലാം ആകെ പ്രശ്നത്തിലായിരിക്കെ. എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യാനാ? അപ്സരാസ് എന്ന ഒരു തുണി വ്യാപാരിയുടെ പേരിൽ ഞാൻ രാജലക്ഷ്മിയുമായി ഉറപ്പിച്ച ഡീല് ഫേക്കാണെന്ന് സാവിത്രിക്ക് അറിയാമല്ലോ. അത് വാള് കച്ചവടവുമായി ബന്ധപ്പെട്ട് നമുക്ക് തമ്മിൽ കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു തന്ത്രമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ബിസിനസ് ഡീലൊന്നും നടക്കില്ല. പക്ഷെ അത് ഫേക്കാണെന്ന് ഒരിക്കലും ആരും അറിയില്ല. അതിനുള്ള വേലയൊക്കെ ഈ ഷൺമുഖൻ അറിയാം. അല്ല, തുണിത്തരങ്ങളുമായി കോയമ്പത്തൂരിന്ന് വാഹനം പുറപ്പെട്ടല്ലോ. ആ വാഹനമൊന്നും ഒരിക്കലും ഇവിടെ എത്താൻ പോണില്ല. നിങ്ങൾ എന്തൊക്കെയാ ഷൺമുഖായി പറയുന്നേ? സാവിത്രിക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് സത്യങ്ങൾ. വാള് കച്ചവടം ഇരു ചെവി അറിയാതെ ഞാൻ നടത്തി തന്നില്ലേ? അതിന്റെ ഫണ്ട് പിറകെ വരും. എന്റെ അച്ഛനെ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്?
ജനാർദ്ദനെ കൈമളിനെ. അയാളെ നിങ്ങൾ ഇനി പ്രതീക്ഷിക്കണ്ട, മരിച്ചെന്ന് കരുതിയാ മതി. സാവിത്രി എന്തിനാ ദേഷ്യത്തിൽ നോക്കുന്നത്? സാവിത്രി പറഞ്ഞിട്ടാ ഞാൻ ഇതെല്ലാം ചെയ്തത്. എനിക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഇതൊക്കെ സാവിത്രിക്ക് വേണ്ടി ഞാൻ ചെയ്തതാ. നല്ല കേസോ മറ്റെങ്ങാനും വന്നാലേ ആദ്യം ജയിലാകുന്നത് സാവിത്രി തന്നെ ആയിരിക്കും. ഷൺമുഖം എന്നെ ചതിക്കായിരുന്നല്ലേ? ഞാനെന്ത് ചതിച്ചു? സാവിത്രിയുടെ കുടുംബത്തെയും കുടുംബക്കാരെയും ചതിക്കാൻ നോക്കി. അതിനൊരാളെ കൂട്ടുവേണമായിരുന്നു. അതിനാണ് എന്നെ കൂടെ ചേർത്തത്. അല്ലാതെ ഷൺമുഖൻ സാവിത്രിയുടെ അമ്മാവൻ മകനായിട്ടൊന്നുമല്ല. ഇതിനെല്ലാത്തിനും മുഖ്യ പങ്ക് സാവിത്രിക്ക് തന്നെ. ആ വാള് വിൽപ്പന ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു. ചതിച്ചത് നീയാ, നിന്റെ കുടുംബത്തെ, അവിടുത്തെ മനുഷ്യര്. ഇനി വാള് വിൽപ്പന ഉൾപ്പെടെ പല കാര്യങ്ങളും സാവിത്രി മറ്റുള്ളവരോട് വിളിച്ചു പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വീണ്ടും പെടുന്നത് സാവിത്രി തന്നെയായിരിക്കും. ഷൺമുഖൻ ഊരിപ്പോകും. അച്ഛന്റെ മരണമടക്കം എല്ലാത്തിനും സാവിത്രി സമാധാനം പറയേണ്ടി വരും. അച്ഛൻ മരിച്ചോ? സാവിത്രി മറ്റുള്ളവരെ ചതിക്കാനും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് ക്രൂരത ചെയ്യാനും ശ്രമിക്കുമ്പോഴും രണ്ടാമതൊന്ന് ചിന്തിക്കണം. കുഴി കുഴിക്കുന്നവൻ തന്നെ ആ കുഴിയിൽ ഒരിക്കൽ വീഴുമെന്ന്. എന്നെ ഒന്നും ചെയ്യാൻ നിന്നെ കൊണ്ടാവില്ല. കാരണം ഇതൊക്കെ എന്റെ തൊഴിലാണ്. ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ എന്നെ പെടുത്താൻ നീ നോക്കിയാൽ നീ ആദ്യാകത്ത്. ഓർമ്മിച്ചോ? നീ ഒരു വിരൽ കൊണ്ട് എന്നെ ചൂണ്ടുമ്പോ മറ്റ് 4 വിരലുകളും നിനക്ക് നേരെയാ ചൂണ്ടിയിരിക്കുന്നത്. അത് മറക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.